ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. എല്ലാവർക്കും നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉച്ചവരെ നല്ല അടിപൊളി ട്രേഡിങ് ടൈം തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല രീതിക്ക് ടാർഗറ്റുകൾ അടിക്കാൻ പറ്റുന്ന ഒരു ടൈമായിരുന്നു അത്. SL ഇല്ലാണ്ട് ഇന്ന് SL ഒരെണ്ണം പോലെ അടിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റും കൂടി നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ലോസ് ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒറ്റ ദിവസത്തിൽ ഈ ഇത്രയും ട്രേഡുകളിൽ നിങ്ങൾക്ക് റിക്കവർ ആക്കാൻ പറ്റുന്നൊരു ടൈം കൂടിയായിരുന്നു. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റായിരുന്നു അന്നത്തെ ദിവസം. സ്റ്റിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്, എത്ര പേര് പ്രോഫിറ്റ് എടുത്തു എന്നും അറിയില്ല. ഞാൻ പോൾ ഇട്ടിട്ടുണ്ട്. പോൾ ഇട്ടാൽ 10-30 പേര്, 35-40 പേരൊക്കെയും പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, അല്ലാണ്ട് തന്നെ വോട്ട് ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടാവും, ജസ്റ്റ് വാച്ച് ചെയ്ത് പോണ മെമ്പേഴ്സ് ഉണ്ടാവും, എടുക്കണ മെമ്പേഴ്സ് ഉണ്ടാവും വേറെ. അപ്പോൾ എത്ര പേര് പ്രോഫിറ്റ് ഇല്ലാന്നൊന്നും അറിയില്ല. പ്രോഫിറ്റ് ആയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഫ്രീ ഗ്രൂപ്പാണ്. ഇതിപ്പോൾ ഞാൻ കൊടുത്തേക്കണത് ലാസ്റ്റ് കൊടുത്തേക്കണതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡാണ്. ഇത് ക്രൂഡ് ഓയിൽ ട്രേഡാണ്. 6300 പുട്ട് പി, മനസ്സിലായില്ലേ. രാവിലെ കൊടുത്തതാണ്, ഒരു 10:30-11 മണിക്ക് കൊടുത്തത് തോന്നുന്നത്. നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത് പിന്നെയാണ്. അതിനുശേഷം 50 പോയിന്റ് പോയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് അല്ല അവിടെ. 50 എന്ന് പറഞ്ഞാൽ വളരെ ഈസി അല്ല. ഇത് നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് ഈ 50 പോയിന്റ്. പിന്നെ ഇന്ന് എക്സ്പയറി ഡേ ആണ് ക്രൂഡ് ഓയിലിൻ്റെ. അപ്പോൾ ഇത്തിരി വില കുറഞ്ഞ പ്രീമിയം ഹൈ രീതിയിലൊക്കെ പോകാൻ സാധ്യതകളുണ്ട്. സ്റ്റിൽ അങ്ങനത്തെ ഒരു വാറൻ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ക്രൂഡ് ഓയിലിൽ. നമുക്ക് സെൻസസിലും നിഫ്റ്റിയിലൊക്കെ ഫുൾ ടാർഗറ്റ് ആയിരുന്നു. നമുക്ക് ഈ 2 ഫുൾ ടാർഗറ്റും വന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്ത 2 ട്രേഡാണ്. ആ 2 ട്രേഡ് 20 പോയിന്റ് വെച്ചിട്ട് 2 ട്രേഡിൽ 40 പോയിന്റ് അങ്ങനെ കിട്ടിയാണ്. ഈ ലെവൽ 24,750 ലെവൽ ഇതിൽ ഫസ്റ്റ് വന്ന ട്രേഡ് നമുക്ക് കാണാൻ പറ്റും. അത് ഫ്രീ ഗ്രൂപ്പ് കൊടുത്ത ഫസ്റ്റ് ട്രേഡാണ്. അത് 20 പോയിന്റ് പോയിട്ട് അടിയിലേക്ക് പോവുകയും ചെയ്തത്. പിന്നെ ഈ പെർട്ടിക്കുലറായിട്ട് ഈ ലെവല് ഞാൻ കൊടുത്തത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യണവർക്ക് ഈ ലെവൽ കിട്ടിയിട്ടുണ്ടാവും. 8 മണിക്ക് കൊടുത്താണ് രാവിലെ. നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ഒരു പ്രൈസ് മാത്രമേ കൊടുക്കുള്ളൂ. 171.85 എന്ന് പറഞ്ഞ പ്രൈസ് മാത്രമേ കൊടുക്കുള്ളൂ. 251.75 എന്ന് പറഞ്ഞ പ്രൈസ് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്തിട്ട് സ്റ്റോറി വാച്ച് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഒരു സ്ട്രൈക്ക് 2 വില നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണവർ മാക്സിമം എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നമ്മളിവിടെ ഫ്രീ ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ആൾക്കാർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ ഒന്ന് അല്ലെങ്കിൽ എൻ്റെ റീൽസ് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽസിൽ, മനസ്സിലായി. അത് ഏറ്റവും ചെറിയ കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റ് ഇന്നൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു. ഒരിക്കലും ഒരു ഹൈ എൻഡ് രീതിയിലുള്ള മാർക്കറ്റ് ഓപ്പണിംഗ് ആയിരുന്നില്ല. ഒരു മ്യൂട്ടഡ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് നന്നായിട്ട് കയറിയിരിക്കണതാണ്. നമുക്ക് കാണാം എല്ലാ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ പിന്നെ എത്തിക്കുകയാണ്. 24,919 റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എത്തിക്കുകയാണ്. അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ടെന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ മാർക്കറ്റ് നാളെ ഒരു മൂവ്മെൻറ്റ് കാണിച്ചേക്കാം. അതാണ് നിഫ്റ്റിനെ കുറിച്ച് ടോട്ടൽ പറയാനുള്ളത്. അതാണ്. കൂടുതൽ കഥ പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലായേണ്ടത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാം ബാങ്ക് നിഫ്റ്റി സെൻസസ് നല്ല ബുള്ളിഷാണെന്ന്. നമുക്കിതിന്ന് ഊറ്റിപ്പിഴിയാൻ പറ്റുന്ന അത്രയും നമ്മൾ ഊറ്റിപ്പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് എത്ര പ്രോഫിറ്റ് എടുക്കാൻ പറ്റും അത്രത്തോളം പ്രോഫിറ്റ് എല്ലാ സെഗ്മെൻറ്റിലും ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി കൊടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയുടെ ആവശ്യം വരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിഫ്റ്റിയും സെൻസസും കൂടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവർക്കും പോയിന്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ടൈം ട്രേഡ് എടുത്ത് നടക്കുക എന്നുള്ളതല്ല കൺസെപ്റ്റ്. നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടി കഴിഞ്ഞാൽ, ഒരു ദിവസം നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. അതാണ് ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഫസ്റ്റത്തെ കാര്യം, നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കിട്ടി, നിർത്തുക. ബാക്കി നാളെ നോക്കുക. നല്ല പ്രോഫിറ്റിക്ക് പോകണമെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടാൽ മതി. എന്നിട്ട് അവിടെ അന്ന് ദിവസം നിർത്തുക കേട്ടോ. ഇത്രയും സ്ട്രൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെയും പറയാം 12 രൂപ കൊടുത്തിട്ടുള്ളൂ. സ്ട്രൈക്കിൻ്റെ എണ്ണത്തിൽ കുറയും. ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നത് PLക്കായിരുന്നു. ഇത് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ്. 24,650 പി. ഇതൊരു 21 പോയിൻ്റാണ് വൺ വേയിൽ പോയി കാണുന്നത്. 21 പോയിന്റ് പോയിട്ട് അത് അടിയിലേക്ക് ഇറങ്ങാൻ ചെയ്തത്. നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും. നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ഇന്നലത്തെ ഗൂഗിൾ മീറ്റൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഞായറാഴ്ച.
അതായത് എൻ്റെ കണ്ടീഷൻ എന്താണ്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എത്ര ടൈം കൊണ്ട് ട്രേഡ് എടുക്കണം, എത്ര ടൈം കൊണ്ട് വിൽക്കണം, എല്ലാം ഞാനവിടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം അങ്ങനത്തെ ഒരു ഗൂഗിൾ മീറ്റ് ഞാൻ വെക്കണ നേരത്തെ ട്രേഡിങ് അറിയാത്തവർ, എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ പറ്റാത്തവർ, എൻ്റെ കണ്ടീഷൻ മനസ്സിലാവാത്തവർ ഇതൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ആകെയുള്ള ഒരു ചാൻസ് അതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുക. മറ്റേതാകുമ്പോൾ ഞാൻ ഓൺലൈനിൽ വന്നിട്ടിരുന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ലെവൽ കൊടുത്തു രാവിലെ 94.50 എന്ന് പറഞ്ഞ ലെവൽ കൊടുത്തു. ഇതിൻ്റെ മുകളിൽ നിങ്ങളാണ് ട്രേഡ് എടുക്കണം. ഇപ്പോൾ ക്യാൻഡിൽസ് അടിയിലാണ് നിൽക്കുന്നത്. അതായത് ക്യാൻഡിൽസ് അടിയിലേക്ക് വന്നു അടിയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? നമുക്ക് കണ്ടീഷൻ ഇവിടെ ആക്ടിവേറ്റ് ആവണം. കണ്ടീഷൻ ആക്ടിവേറ്റ് ആയാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇത്ര നേരം അടിയിലാണ് നിൽക്കുന്നത് ക്യാൻഡിൽസ്. നമുക്ക് ഒരു സെക്ഷനിൽ മാത്രമാണ് ക്യാൻഡിൽ മുകളിൽ കയറുന്നത്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി ലോസ് എന്ന് പറഞ്ഞാൽ ആ റെഡിൻ്റെ ബോഡി ഇത് വിക്കാണ്. അതിൻ്റെ അടിയിൽ വന്ന് ഈ കോല് പോലെ സംഭവം വിക്കാണ്. വിക്ക് വന്നാൽ നമ്മൾ അത് ഒരു കൺസെപ്റ്റായിട്ട് കൂട്ടില്ലേ. നമുക്ക് ബോഡി മസ്റ്റാണ് ആ ലെവലിൻ്റെ. ഞാൻ തരുന്ന ഏതാണോ പ്രൈസ് ആ പ്രൈസിൻ്റെ നമ്മൾ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് മസ്റ്റാണ്. എന്തായാലും ഗ്രീൻ ക്യാൻഡിൽ എന്തായാലും ഫസ്റ്റ് കയറും കേട്ടോ. ഗ്രീൻ ക്യാൻഡിൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രീൻ ക്യാൻഡിൽ ഫസ്റ്റ് കയറണം. അതാണ് ബയ്യേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ക്യാൻഡിൽ അതാണ് ഗ്രീൻ ക്യാൻഡിൽ. സെല്ലേഴ്സ് ഇറങ്ങി പോണ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്. പക്ഷേ ബോഡി ലോസ് മുകളിൽ വരണം. അതാണ് അതിനുള്ളൊരു ആൻസർ, മനസ്സിലായില്ലേ? എന്നാലാണ് അവിടുത്തെ സെല്ലേഴ്സ് ഇവിടെ നിൽക്കുന്ന സെല്ലേഴ്സൊക്കെ പാനിക്കായിട്ട് ഇറങ്ങണു എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ആക്റ്റീവ് ആവണത്. എല്ലാത്തിനും ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ എന്താണ് റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് മുകളിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് ഓർഡറുകളാണ്. അവരുടെ ഓർഡറുകൾ അവർ എക്സിറ്റ് അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒരു സിനാരിയോ നടക്കണം. അതാണ് ബോഡി ലോസ് മുകളിൽ കെട്ടട്ടെ എന്ന് പറയണത് കേട്ടോ. അതിനുശേഷം ഒരു ക്യാൻഡിൽ അടിയിലേക്ക് പോയി പിന്നെ നമുക്കൊരു 20 പോയിന്റ് ഡയറക്റ്റ് പോയി. അപ്പോൾ ഈ 20 പോയിന്റ് ഡയറക്റ്റ് പോയതാണ് മൊമെൻറ്റം. ഇത് വേണമെങ്കിൽ 50 പോയിന്റ് പോകാം, 100 പോയിന്റ് പോകാം. ആ ടൈമിലത്തെ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ തിരിച്ച് പിന്നെയും സെല്ലേഴ്സിനെ പിടിച്ച് അടിയിലേക്ക് ഇട്ടേക്കാണ്. ഇത് ഞാൻ പറഞ്ഞു പോകുമ്പോൾ വളരെ ഒരു കഥ പോലെ നമുക്ക് കേട്ട് പോകുന്നുണ്ടെങ്കിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ, മനസ്സിലായില്ലേ? നിങ്ങളെ ബൈ എടുത്ത് നിങ്ങൾ എക്സാക്റ്റ് ബൈയിങ് പ്രൈസിനാണ് ബൈ എടുത്താടുന്നത്. അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പിന്നെയും സെല്ലേഴ്സ് ഒന്ന് അടിയിലേക്ക് പ്രൈസിന് കിട്ടും. ഇനി തിരിച്ച് കയറുമ്പോൾ ഇവിടെ പ്രൈസ് ഇവിടെ മുകളിൽ പോയിട്ട് പ്രൈസ് അടിയിലേക്ക് കൊണ്ടുവന്ന് സെല്ലേഴ്സ് ഇട്ടു. ഇനി ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇവിടെ കയറണം. ഇവിടെ ഈ സിനാരിയോ പിന്നെയും നടക്കും. ഇതേ ബയ്യേഴ്സ് ഈ ഒരു ആംഗിളിൽ പിന്നെയും കയറും. ഇപ്പോൾ ഞാൻ മാർക്കറ്റ് ഈ ആംഗിളിൽ പിന്നെയും കയറിയിട്ട് പിന്നെയും പ്രൈസിന് മുകളിൽ കൊണ്ടുപോകും. ഇതാണ് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റും നടക്കുക. അറിയാത്തവർ പഠിച്ചു വയ്ക്കുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ട്രേഡ്. ഫ്രീ ഗ്രൂപ്പിലാണ് ഈ ട്രേഡ് കിട്ടിയത്. 20 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും 20 പോയിന്റ് എടുത്ത് ഇറങ്ങിയെന്നല്ല പറയുന്നത്. ഇതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ 20 പോയിന്റ് ഇവിടെ കിട്ടി. ഞാൻ ബേസിക്കലി പറയുന്ന കാര്യം, ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഒരു ലോട്ടാണ് എടുക്കുന്നത്. നിഫ്റ്റിയിൽ 75 എണ്ണമാണ് ഒരു ലോട്ട്. ഈ ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ ഒരു 15 പോയിന്റ് 10 to 15 പോയിന്റ് ഒക്കെ പോകണ നേരത്ത് ഇതിനെ കോസ്റ്റ് വെക്കി കൊണ്ടുവന്നിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ കോസ്റ്റ് വെക്കുക, മനസ്സിലായില്ലേ? കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SL ഇല്ല. SL നമ്മൾ ഒഴിവാക്കുകയാണ്, കോസ്റ്റ് വെക്കുകയാണ്, മനസ്സിലായില്ലേ? അതാണ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ തിരിച്ചു വന്ന് അടിച്ചാൽ വരെ നിങ്ങൾക്ക് കോസ്റ്റ് ഹിറ്റാകും. നിങ്ങൾ ബ്രേക്ക് യൂണിൽ ഇറങ്ങും, മനസ്സിലായില്ലേ? അടുത്തെന്ന് പറഞ്ഞാൽ 2 ലോട്ട് അല്ലെങ്കിൽ 5 ലോട്ട് 10 ലോട്ട് എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 20 പോയിന്റ് പോയി. ഈ പോയ നേരത്തെ ഒരു 15 to 20 പോയിന്റ് പോണ നേരത്ത് നിങ്ങൾക്ക് ഇതിലത്തെ ഒരു പകുതി ലോട്ടിന്, നിങ്ങളുടെ പകുതി ലോട്ട് 10 ലോട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 5 ലോട്ടിന് 20 പോയിന്റിൽ വിൽക്കുക. ബാക്കി 5 ലോട്ടിന് SL തന്നെ വിൽക്കുക. ഇവിടെ SL എത്രയാണ് വെച്ചാണത് നോക്കുക, 84 വെച്ചാണത്. അപ്പോൾ ഈ 84 നിങ്ങൾ 5 ലോട്ടിന് SL തന്നെ വിൽക്കുക. 5 ലോട്ടിന് 20 വിൽക്കുക. ഇത് വന്ന് SL അടിച്ചാൽ വരെ നിങ്ങൾക്ക് 10 പോയിന്റ് അപ്പോഴും പ്രോഫിറ്റിലിരിക്കും. 5 ലോട്ട്, മനസ്സിലായില്ലേ? അപ്പോഴും ബ്രോക്കറേജും പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. നമ്മൾ ട്രേഡ് എടുത്തുനിന്നായി, നമ്മൾ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി, എല്ലാതും അവിടെ എല്ലാം നടക്കും. ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കും കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു പോയി. ഇതാണ് ടോട്ടൽ എനിക്ക് പറയാനുള്ള കാര്യം. നമ്മൾ ലോഡ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ ട്രെയിലിംഗ് ഒക്കെ ഉണ്ട്. 30 പോയിന്റ് 35 പോകണ നേരത്തൊക്കെയാണ് ട്രെയിൽ ചെയ്ത് തുടങ്ങേണ്ടത്. അതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് 35 പോയിന്റ് പോകണ നേരത്ത് ബാക്കി ട്രെയിൽ ചെയ്യുക. 50 പോയിന്റിലേക്ക് ഫുൾ പ്രോഫിറ്റ് എടുക്കുക. പിന്നെ 50 പോയിന്റ് ട്രെയിൽ ചെയ്യണം, നമുക്ക് ചെയ്യാം. നമുക്ക് ഫുൾ പ്രോഫിറ്റ് ആയി പിന്നെ 50 പോയിന്റിൽ ട്രെയിൽ ചെയ്യുക. അത്ര ഉള്ള കാര്യം. ഇത് സെൻസസ് ആണ്. സെൻസസിൽ നമുക്കൊരു 1:1 ആണ്. ഓൾമോസ്റ്റ് 2 ആണ്. 73 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 ആണ്. 81,000 B. ഞാൻ മാക്സിമം എടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ട്. അത് രണ്ടാമത് ആക്ടിവേറ്റ് ആകുമ്പോൾ എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ചിലപ്പോൾ എടുത്തുണ്ടാവില്ല. എടുത്തവരെയാണ് വിറ്റുണ്ടാവും. കോസ്റ്റ് വിട്ട് വിൽക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു 1:1 കിട്ടുമ്പോൾ ഇറങ്ങാനും സാധ്യതയുണ്ട്. എല്ലാം നടക്കും അതിൻ്റെ ഉള്ളിൽ. പിന്നെ നോക്കണ്ട 24,750 സിയിലാണ്. 24,750 സി നമുക്കിവിടെ കാണുന്ന പോലെ ഒരു 20 പോയിന്റ് ഏകദേശം അതിൽ കിട്ടിയിട്ടുണ്ട്. 19.5 പോയിന്റാണ് ഈ ഒറ്റ ട്രേഡ് വന്നതാണത്. പിന്നെ അത് അടിയിലേക്ക് വരികയായിരുന്നു. തിരിച്ചു കയറുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ തിയറി തന്നെയാണ്. ഇവിടെ എൻട്രി എടുക്കാം. പക്ഷേ
റെഡ് ക്യാനിൽ ഇവിടെ വന്നു. നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 196, 171. അപ്പോൾ ഒരു 10-25 പോയിന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ചാനൽ വേണമെങ്കിൽ എടുക്കാണ്ടിരിക്കാം. ഞാൻ വേറെ ലെവൽ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ 251 ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ലെവലാണ്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് കിട്ടും. 10-20 പോയിന്റിൻ്റെ പ്രോഫിറ്റ് ഇവിടെയും അഗെയിൻ വരും. നമുക്കത് പറഞ്ഞു പോകണ്ട. ഫസ്റ്റ് ട്രേഡിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ചാടി കയറി പോകുന്നവർക്ക് ഈസി ആയിട്ട് എടുക്കാം. അത്രയുള്ള ഇതിൻ്റെ അടുത്ത കൺസെപ്റ്റ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഏത് ട്രേഡ് എടുത്താലും ലോഡ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതും നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും എങ്ങനെയൊക്കെ SLN നിന്ന് ഒഴിവാകുന്നുള്ളതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. 10 മിനിറ്റാണ് ഹോൾഡിംഗ് ടൈം, 1 മിനിറ്റാണ് നമ്മൾ ടൈം ഫ്രെയിം യൂസ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ് ഇതാണ്, സെൻസസ് ആണ് 81-200C. ഇത് നല്ലൊരു എൻട്രി ആണ് കേട്ടോ. 20 പോയിന്റ് വ്യത്യാസം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി 20 പോയിന്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ എടുക്കണ്ട, അത്ര ഉള്ള കാര്യം. നിങ്ങൾ ഇതെടുക്കാൻ നിൽക്കണ്ട. റിസ്ക് ആണെന്ന് 20 പോയിന്റ്, ഇപ്പോൾ ഇതിൽ 40 പോയിന്റ് നമ്മൾ എക്സ്ട്രാ ഇടണം സെൻസസ്. അതിലിപ്പോൾ 20 പോയിന്റ് വ്യത്യാസം കിട്ടണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിഫ്റ്റി ഒരു 3 രൂപ വ്യത്യാസം കിട്ടുന്ന പോലെയാണ് 20 പോയിന്റ് വ്യത്യാസത്തിന് സെൻസസ് കിട്ടണത്. ചിലപ്പോൾ ഈ ട്രേഡ് നിങ്ങൾ ലിമിറ്റ് നോക്കി ഇരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഇത്തിരി റിസ്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ പറയണ കാര്യമാണ് ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡിലേക്ക് വരും. ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ സാധ്യത കുറവാണ്. അങ്ങനത്തെ ആൾക്കാർ എടുക്കേണ്ട, പ്രശ്നമില്ല. 200 പോയിന്റ് കിട്ടിയില്ല എന്ന് തന്നെ വെച്ചോ, കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേറെ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 149 ആണ്. ഇത് ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രം. പക്ഷേ അതിൻ്റെ മുകളിൽ ട്രേഡ് ആക്ടിവേഷൻ ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഹൈ പ്രൈസ് അങ്ങനെ കൊടുത്തിട്ടുമില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ 24,950C ആണ്. 24,950 എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണ് കേട്ടോ. പിന്നെ 24,950C നമ്മുടെ കണ്ടീഷൻ സെയിം തന്നെയാണ്. ബൈയേഴ്സ് ലോസ് ചെയ്ത് പിന്നെയും ബൈയേഴ്സ് തന്നെ ലോസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്യാനിലും ബൈയേഴ്സ് തന്നെയാണ്. റെഡ് ക്യാനിൽ വരുന്നത് ഇവിടെയാണ്. അതായത് 4ാമത്തെ ക്യാനിലാണ് റെഡ് ക്യാനിൽ വരുന്നത്. ഈ ക്യാൻഡലിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് 103 മേടിക്കാൻ പറഞ്ഞത് 95. അപ്പോൾ 8 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിമാൻഡ് പ്രൈസ് മാക്സിമം നമ്മൾ നോക്കുക. അടുത്ത ക്യാൻഡിൽ ഡിമാൻഡിലേക്ക് വന്നു, 1 രൂപ വ്യത്യാസത്തിന് വന്നു, നമുക്ക് എടുക്കാം. വൃത്തിക്ക് ഞാൻ പറയാണ്, 1 രൂപ 2 രൂപ 3 രൂപ വ്യത്യാസം നമുക്ക് ട്രേഡ് എടുക്കാം. അത് പിന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ കാര്യം. ഇപ്പം അങ്ങനെ എടുത്ത ട്രേഡാണ്. ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ് കേട്ടോ. അപ്പം അങ്ങനെ 50 പോയിന്റ് പോയിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഈ ട്രേഡൊക്കെ ഞാൻ പറഞ്ഞത് ഓൾറെഡി നമ്മളിപ്പോൾ സെൻസസിൻ്റെയും നിഫ്റ്റിയുടെയും ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡുകളുടെ കാര്യമൊക്കെ സംസാരിച്ചില്ലേ. അപ്പോൾ ഈ ട്രേഡ് നമുക്ക് SL പോകേണ്ട ആവശ്യമില്ല, എടുക്കരുതെന്നും പണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കണ എടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റുള്ള വകുപ്പ് അവിടെ ഉണ്ട് കേട്ടോ. പ്രോഫിറ്റ് ഇല്ലാത്ത പ്രശ്നമില്ല, പ്രോഫിറ്റ് കിട്ടും. പിന്നെ നിങ്ങൾ നോക്കുക. പിന്നെ അങ്ങോട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. ഈ ഒരു സെഗ്മെൻറ്റ് ഫുള്ള് കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരേണ്ട ഒരു സിമ്പിളാണ്. അവിടെ കൺസോൾട്ടേഷനാണ്, ഇനി മൂവ്മെൻറ്റ് ഇല്ല എന്ന് കാണിച്ചിരുന്ന രീതിയിലുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഇവിടെ ശരിക്കും ഒരു ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.8 വരെയാണ്. ഇത്ര നേരം വരെ പ്രോഫിറ്റ് തന്നെയാണ്. പിന്നെയാണ് കൺസോൾട്ടേഷനായി. 11.8 കഴിഞ്ഞിട്ട് 3.5 വരെ കൺസോൾട്ടേഷൻ. ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം കേട്ടോ. ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്, ഇന്നത്തെ ഒരു ടോട്ടൽ അനാലിസിസ് ഇതാണ്. ക്രൂഡ് ഓയിൽ നിങ്ങൾക്ക് ഫുൾ ടാർഗറ്റ് വന്നതാണ് കേട്ടോ. പിന്നെ ക്രൂഡ് ഓയിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആവാം. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ അറ്റ് മണി 69-49 ഒക്കെയാണ്. ഇതൊക്കെയാണ് കേട്ടോ വില. ഈ ടൈമിൽ ഇത് കുഴപ്പമില്ലാത്തൊരു വില തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 6,300 ട്രേഡ് വന്നത്, 6,300 PE. അപ്പോൾ ഇതിലാണ് നമുക്ക് ട്രേഡ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡ് വന്ന ഒരു ക്യാൻഡിൽ. ഇതാണ് നമ്മുടെ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ്. ഒരു കൺസോൾട്ടേഷൻ പിന്നെയും വരുന്നുണ്ട് ക്രൂഡ് ഓയിൽ. കുഴപ്പമില്ല, വൈകിട്ടാകുമ്പോൾ നല്ല രീതിക്കുള്ള മൂവ്മെൻറ്റുകൾ വരും. ക്രൂഡ് ഓയിൽ എടുത്തു കഴിഞ്ഞ് 1 മണിക്കൂർ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂറിൽ ഒരു 10 പോയിൻറ്റ് മുകളിൽ പ്രോഫിറ്റ് വരണമെങ്കിൽ എക്സിറ്റ് അടിക്കുക. അത്രയ്ക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ കറക്റ്റ് 10 പോയിന്റ് ഇടുക എന്നുള്ളതാണ് അടുത്ത കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാം. നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബൈയിങ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടണത്, ഞാൻ എങ്ങനെയാണ് ഒരു ബൈയിങ് പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ വീഡിയോയും ഓൺലൈൻ സെക്ഷൻസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കോഴ്സ് ഒന്ന് പഠിക്കാം. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇതിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് 10 പേർക്ക് കൂടുതൽ എത്തി കഴിഞ്ഞാൽ 10 പേർക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാം. എടുക്കേണ്ട ദിവസങ്ങൾ എടുക്കാൻ പറ്റും. ഞാൻ പറയണത് ഇപ്പോൾ നമുക്കൊരു 20-22 ട്രേഡിൻ്റെ ഒരു മാസത്തിൽ വരും. ഈ 22 ദിവസവും നിങ്ങൾ പ്രോഫിറ്റ് ഇരിക്കുന്നല്ല പറയണത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൺസൾട്ടേഷൻ വരുന്ന മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു അറിവ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ബേസിക്കലി എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. നിങ്ങൾക്ക് കിട്ടേണ്ട കുറേ അറിവുകളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാക്സിമത്തിൽ. അപ്പോൾ അത് ഒരു 10 പേർക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് നമ്മളെ വാച്ച് ചെയ്യണ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ഒന്ന് പുഷ് ചെയ്യുക. അപ്പോഴാണത് 10 പേർക്ക് കൂടുതൽ എത്തുള്ളൂ.
പിന്നെ നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ബിറ്റ്കോയിനും എത്രയൊക്കെ ചെയ്യുന്നുണ്ട്. ട്രേഡ്സ് ഞാൻ അങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല, കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടല്ല. അപ്പോൾ അതിലേക്ക് ഇത്രയും ആൾക്കാർ ജോയിൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് പോകാം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ ആണെങ്കിലും ബിറ്റ് കോയിൻ ആണെങ്കിലും ഇപ്പോൾ ഗോൾഡ് ചോദിക്കുന്നവരടക്കം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഇത്തിരി ഡിലേ ഉണ്ടാവും. അതാണ് അവിടുത്തെ ഡിലേ, മനസ്സിലായില്ലേ? എല്ലാവർക്കും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഫ്രീ ഗ്രൂപ്പാണ് കേട്ടോ, നമ്മളൊന്ന് പേയ്മെൻ്റ് ഒന്നും മേടിച്ചിട്ടല്ല അതിൽ ചെയ്യണത്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ജോയിൻ ആവാം. പത്രത്തിനകത്തെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ് അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ, നല്ല ഹ്യൂജ് മൊമെൻറ്റം ക്രിയേറ്റ് ആവാൻ പറ്റട്ടെ. നമ്മൾ മൊമെൻ്റാണ് എപ്പോഴും ക്യാച്ച് ചെയ്യണത്. ഏതൊരു ട്രേഡ് നോക്കിയാൽ നമുക്ക് മൊമെൻ്റാണ് കിട്ടേണ്ടത്. ക്യാൻഡിൽസ് ചെറുതായിട്ട് നീങ്ങിയോണ്ടൊന്നും നമുക്ക് നല്ല പ്രോഫിറ്റ് വരില്ല. അപ്പോൾ നമ്മൾ മൊമെൻറ്റം ട്രേഡിംഗ് ആണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ആ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റട്ടെ. എൻ്റെ ഒരു ട്രൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്രങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ. ഓക്കെ, ബൈ.